after hearing that background score, we will also like that tell. See, that's the thing, no? Like the most brilliant director I have seen. Whole watched that movie, Pattudala, and this Mufti movie, only 2 scenes we reacted. But what we got that impact in our home, that I have not got it in theater with Pattudala. Bendra movies, ille namala Jogi movie and O movie, because these all movies are not remade. Idellam avarude original creation aanu. Pakshe we were not knowing about that. Even though Mungaramale, it's a beautiful romantic story. വെൽക്കം ടു ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മളുടെ ശിവണ്ണയുടെ ഭൈരതിരനുകൾ മൂവിയുടെ ഒരു ചെറിയൊരു സ്മോൾ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ബിക്കോസ് നമ്മൾക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ, ലൈക്ക് വിച്ച് എവർ ദ അപ്ഡേറ്റ്സ് ഹാസ് കം ഫ്രം ദിസ് മൂവി, ലൈക്ക് ഇറ്റ്സ് സോ എക്സൈറ്റിംഗ് ആൻഡ് എസ്പെഷ്യലി ദ ലാസ്റ്റ് വൺ. ഓക്കെ അല്ലേ, on his birthday. Aതൊരു song. It was a song, no? That song was superbly done by Ravi Basrur. പറയാനില്ല, കാരണം ആ ഒരു ഫീല്, വൈബ്രന്റ് ഫീല് സംഭവം ഫുൾ കിട്ടി. Prequel and sequel of Mufti എന്നാണ് പല സ്ഥലത്തും പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് there are some elements are there, ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ, ബിക്കോസ് the character name ഭൈരതി രണകൾ, the name itself has very that ഒരു ഭയങ്കര ഒരു വെയിറ്റേജ് ഉണ്ട് അല്ലേ. ആൻഡ് അത് മാത്രമല്ല, ശിവണ്ണ അത് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ലാസ്റ്റ് ടൈം ഓരോ അപ്ഡേറ്റിലും his eyes showcase, no, in that manner. കാരണം നമുക്കറിയാം ശിവണ്ണയുടെ ഐസ് ആണ് ഏറ്റവും വലിയ, നമ്മളറിയില്ല, ഏറ്റവും വലിയ അഭിവാജ്യ ഘടകം എന്നൊക്കെ പറയില്ലേ, ഇമ്പോർട്ടന്റ് തിങ്. അത് ഭയങ്കരമാണ്, കാരണം ദിസ് ഏരിയാസ് ലൈക്ക് അത് വേറെ ലെവലാണ് ആ ഒരു സ്ക്രീനിൽ വരുന്ന സമയത്ത്. ബട്ട് ഐ എം പേഴ്സണലി ഇൻ ലവ് വിത്ത് ഹിസ് വോയിസ്. അത് വേറെ വോയിസ് ഇസ് ലൈക്ക് ഇപ്പോഴും ഒരു യങ് വോയിസ് ആണ് ഈ അല്ലേ, അദ്ദേഹത്തിന് എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന അതേ വോയിസ് തന്നെയാണ്. there is some ഒരു pleasant in that particular voice. അപ്പൊ ഐ ആം ബിഗ് ഫാൻ ഓഫ് ഹിസ് ആ ഒരു സൗണ്ടിന്റെ അല്ലെ, എന്താ രസമാണ് കേൾക്കാനായിട്ട്. അപ്പൊ എന്തായാലും അപ്ഡേറ്റ് ആണ് റെഡി. ഓ, ഭൈരതി രണകൾ ഇൻ തിയേറ്റേഴ്സ്, എനിക്കൊന്ന് റിലീസ് അപ്ഡേറ്റ് ആണോ? ഓക്കെ, ആയിരിക്കാം. സജഷൻ വന്നിട്ടുണ്ട് 2017. ഓ, prequel to Mufti will be back. Oh, will be back for a sequel. That dialogue delivery. Wow. The score. Releasing in cinemas November 15. That's an update. Ravi Basrur, right? Yes. അത് റിലീസ് അപ്ഡേറ്റ് ആപ്പോ November 15th. രാവി ബസ്രൂർ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം കൈവെക്കുന്നൊന്നും പാഴായില്ല എന്നുള്ളതാണ്. അതായത് എന്താ പറയാ, ഒരേ മോഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സംതിങ് ലൈക്ക് യുനോ വെരി സ്പെഷ്യൽ അബൌട്ട് ഹിസ് മ്യൂസിക് ഓൾവേസ് ലൈക്ക് ഇത് സം എഫക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ബിക്കോസ് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും ആ ഒരു എഫക്റ്റ് ഉണ്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചിലപ്പോ. എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ദ സോങ്, അതായത് ആഫ്റ്റർ വാച്ചിങ് ദ മൂവി ഓൾസോ ഓർ ആഫ്റ്റർ ഹിയറിംഗ് ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, we will also like that tell. See, that's the thing, no? Like we are repeating actually. മറ്റേ അത് തന്നെ നമ്മുടെ KGF ഫിലിം ഇങ്ങനെ emotional or like this mass BGM. അതാണ്, അതായത് നമ്മൾ അറിയില്ലേ, പണ്ട് നമ്മള് ലാലേട്ടന്റെ ഡയലോഗ്സ് ഒക്കെ, മമ്മൂക്കയുടെ ഡയലോഗ്സ് ഒക്കെ, ലാലേട്ടനാണ് കൂടുതലും നമ്മള് പറഞ്ഞെടുക്കും. പിന്നെ സുരേഷ് ഗോപിയുടെ ഡയലോഗ്, ഇവരൊക്കെ പറയുന്ന ഒരു ഡയലോഗ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഏകദേശം അതുപോലെയാണ് ഈ രവി ബസ്രൂറിന്റെ മ്യൂസിക്കും. അതായത് നമ്മളത് ചിലപ്പോ കോമഡി ആയിട്ട് റിപ്പീറ്റ് ചെയ്യും, ചിലപ്പോ സീരിയസ് സിറ്റുവേഷനിൽ നമ്മൾ സ്വന്തമായിട്ടൊക്കെ മ്യൂസിക് ഇടും അല്ലേ. ബട്ട് ആ ഒരു സാധനം that is there. പക്ഷെ അതിന്റെ തന്നെ വേറെ പര്യായങ്ങളാണ് എല്ലാ മൂവിയിലുള്ള, അതാണ് വേറെ കോമഡി. കാട്ടേരമ്മ ഫൈറ്റ് ഓൾസോ, നോ സലാർ, ഒരു സാധനത്തിൽ കേറി പിടിച്ചിട്ടുണ്ട്, അതിനകത്ത് ഇറങ്ങി ഇങ്ങനെ കറങ്ങി കളിക്കും. പക്ഷെ അതിന്റെ വേരിയേഷൻസ് ആണ്, അതിന്റെ എല്ലാ ഒരു വകഭേദങ്ങൾ, വേരിയേഷൻസ്, അതാണ് സംഭവം. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതും അതെ, മഫ്തിയുടെ ഒരു വേരിയേഷൻ ആണ്. മഫ്തിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് ഓൾറെഡി. കുറെ വെറൈറ്റി ചെയ്യാണ്ട്
ഇല്ലാണ്ട് ഉള്ളതിനെ തന്നെ നല്ല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി, പക്ഷെ എല്ലാത്തിനും ഭയങ്കര ഒരു എഫക്ട് Like ഉണ്ടായിരുന്നു Prashant Neel. ഇല്ലേ? Prashant Neel also same like that. No, Prashant Neel is taking ഒരു സ്റ്റോറി തന്നെ പല സാധനങ്ങള് ക്രിയേറ്റ് ചെയ്ത് അതിനെ തിയേറ്റർ ഹിറ്റ് ആക്കുക. He's the most brilliant director I have seen. It's the most brilliant director because especially നമ്മളിപ്പോ തെലുഗു മൂവീസ് ഒക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് ചിയേഴ്സ് ചങ്സ് മൂവിയിലൊക്കെ. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ എസ്പെഷ്യലി രാജമൗലി പടങ്ങൾ ഛത്രപതി പടങ്ങൾ കണ്ട സമയത്ത് വി ആർ അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് ഈ സ്റ്റോറീസ് ഒക്കെ എവിടേക്കോ ഇപ്പൊ റീസെന്റ് പടങ്ങൾ കണ്ടിട്ടില്ലേ. പ്രശാന്ത് നീൽ എന്ന് പറയുന്ന അങ്ങേർക്ക് ഇറ്റ് ഡസന്റ് നീഡ് സോ മച്ച് ഓഫ് പ്ലോട്ട്സ്, ജസ്റ്റ് ഈ നീഡ് ഓൺലി ആ ഒരു ചെറിയൊരു ത്രെഡിനെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ട് ഹി വിൽ മേക്ക് Actually, he is making completely into cinematic experience with one shot or one small point. Adine elaborate edu. And again, this director also, Nartan. We have to talk about Nartan. This director, 2017 Mafti ചെയ്തതിനു ശേഷം he has not done anything. Any movie, okay. So അതാണ് ഞാൻ കേട്ടോട്ടെ, എനിക്ക് അറിയില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പക്ഷെ after that he is taking this means something is there. He wanted to explore something more about Vairathi. They don't want to dilute, I feel, these people, no? Like, അവർക്ക് അത്ര ഓവർ ഡൈല്യൂട്ട് ചെയ്യാൻ താല്പര്യമില്ല. ആൻഡ് they wanted to like more ഒരു ഭയങ്കര ഒരു ആ ഒരു സംഭവത്തിനകത്ത് തന്നെ മതി അതിന്റെ കണ്ടിപ്പ്. ചിലപ്പോ ഭൈരതി രണകൾ ആ ഒരു ക്യാരക്ടർ ഇപ്പൊ സിംബു ചെയ്തെങ്കിൽ അത്ര എഫക്ട് ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. ലൈക്ക് യു വാച്ച് ദാറ്റ് മൂവി, റൈറ്റ്? So he said കാരണം because no, I have whole watched that movie Pattudala, and this Mafti movie only 2 scenes we reacted. But what we got that impact in our home, that I have not got it in theater with Pattudala. So that is the difference. അതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ഇപ്പൊ ഒരു മൂവി ചെയ്യാണ്. അതാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് കന്നഡ മൂവി ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ കുറെ ബ്രില്യൻസ് ഉണ്ട് കേട്ടോ. നമ്മളത് ചില ഡയറക്ടേഴ്സ് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ അവരെ ഒരു സംഭവം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാന്താര തന്നെ. And that too, one more thing, no, like പഴയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ലൈക്ക് ഇൻ ഓൾഡൻ ടൈംസ് മോസ്റ്റ്ലി കന്നഡ മൂവീസ് വിൽ ബി കമ്മിങ് ഇൻ എ റീമേക്ക് വേർഷൻ. ആൻഡ് അതിൻ്റെ തന്നെ ഓൺലി സം ഓഫ് ദ ഡയറക്ടേഴ്സ് ലൈക്ക് ഉപേന്ദ്ര സർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഡയറക്ടർ, പ്രേം ഡയറക്ടർ, അങ്ങനെയുള്ള സം ഡയറക്ടേഴ്സ് ആർ ദേർ. They will be creating genuine one new product. പക്ഷേ they were not known to many people. And they will be taking like a brilliant works. അതാണ് സംഭവം. നമ്മളിപ്പം ആ ജോഗി മൂവിയെ കണ്ടപ്പോ പ്രേം എന്ന ഡയറക്ടർ ഭയങ്കര രക്ഷയില്ലാത്ത സാധനമാണ്. But they were like unknown heroes like we can. And we will be knowing only that time like remake would. Like that. But like recently Prashant Neel ആണ് നമുക്കൊരു സാധനം തന്നത്. Frankly speaking, until 2015 I was not 2012 until 2012 or 13 I was not aware about Kannada movie industry. Seriously, I'm telling. Like I was not even knowing like okay, there is an industry called Sandalwood or Kannada movies, like I was not even knowing any actors. Telugu movies still I was knowing, പക്ഷെ അറിയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം they have come up with so many like brilliant movies like other industry നെ തന്നെ എന്താ പറയുക പിടിച്ച് കെട്ടിയിട്ട് they have become number one because of few people. അല്ലേ? After exploring also, because നമ്മൾ recently ആണ് കന്നഡ മൂവീസ് റിയാക്ട് ചെയ്യുന്നത്, and after exploring only we got to know that so many good creation also was there. They were suppressed under might be the language barriers or something like that. ആ സമയത്ത് പ്രത്യേകിച്ച് ഉപേന്ദ്ര മൂവീസ് ഇല്ലേ, നമ്മള് ജോഗി മൂവി അല്ലെങ്കിൽ ഓം മൂവി, because these all movies are not remade. ഇതെല്ലാം അവരുടെ ഒറിജിനൽ ക്രിയേഷൻ ആണ്. പക്ഷെ we were not knowing about that. Even though Mungaramale, it's a beautiful romantic story. അതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ without mass also. മുങ്കാരമലയിൽ മാസ സാധനങ്ങളൊന്നുമില്ല, ബട്ട് ദാറ്റ് ഫീൽ, ഒരു മഴ ഫീൽ, റെയിൻ ഫീൽ. സോ അതാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്ന് വെച്ചാൽ കുറെ നല്ല മൂവി ഉണ്ട്. അപ്പൊ ഇപ്പോ എന്ന് പറയുന്ന സാൻഡൽവുഡിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കുറേയധികം ഇൻഡസ്ട്രിക്ക് മേലെ തന്നെയാണ്. ഒബ്വിയസ്ലി ദാറ്റ്സ് എ ഫാക്ട്. അപ്പൊ എന്തായാലും ഐ ഫീൽ ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദെയർ ബ്രില്യൻസ്, ദ വർക്ക് ദേ ഹാവ് ഡൺ ഇറ്റ്, ലൈക്ക് സം പെർഫോമൻസ്, ആക്ടേഴ്സ് and directors and music directors. The main thing. Music directors played very vital role to bring up എന്താ പറയാ കന്നഡ മൂവി ഇൻഡസ്ട്രി the top we can call it as എന്താ പറയാ. പ്രത്യേകിച്ച് ആ ഒരു കാന്താര ഇറങ്ങിയ സമയത്ത്, KGF സമയത്ത്, there were no industry to beat Sandalwood at that time, frankly, because ഇപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് മൂവീസ് കുറവാണ്. So but that is the peak. But now again they are in comeback stage because നമ്മളെ കൃഷ്ണൻ പ്രണയസഖി and Bhima, both movies are hit now.
രണ്ട് മൂവി ഏകദേശം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു ലുക്ക് ബാക്ക് ഇല്ലാണ്ട് തന്നെ അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് കന്നഡ മൂവി ഇൻഡസ്ട്രി. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. മഫ്തി അതിന് മുന്നേ കാണണം എന്നുണ്ട്, ലൈക്ക് ഐ ഹാവൻ വാച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ഫോർ ദ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടില്ലല്ലോ, ഇല്ല ട്രെയിലർ ഒഫീഷ്യൽ ട്രെയിലർ വെയിറ്റിംഗ് ഫോർ. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാത്ത വീഡിയോയിൽ കാണാം.